കേരള ബ്ലാസ്റ്റേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ ഒരു പ്ലെയറുമായിട്ട് എനിക്ക് ഈ ഫുട്ബോൾ മാച്ച് കളിക്കാൻ പറ്റുമെന്ന്. ഞാൻ ചെറുതിലേ തൊട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് മാച്ച് കാണുന്നത്. ഇപ്പോഴും ഞാനാണെങ്കിൽ കറൻ്റ്ലി എല്ലാ മാച്ചസും മിസ് ചെയ്യാണ്ടിരുന്ന് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും വിചാരിക്കുന്നതല്ല അവർക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ റെസ്പോണ്ട് വരുമെന്നോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു മാച്ച് കളിക്കാൻ പറ്റുമെന്നോ ഒരിക്കലും വിചാരിച്ചതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പേജും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഞാനൊരു മാച്ച് കളിക്കാമോ ചോദിച്ചപ്പം ഒരു ജാടെ ഒന്നും ഇല്ലാണ്ട് എൻ്റെ അടുത്ത് മാച്ച് കളിക്കാൻ വന്നു, മാച്ച് കളിക്കുകയും ചെയ്തു. അടിപൊളി ഒരു എന്താ പറയുക, ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രൗഡ് ഫീലായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ വലിയൊരു ബീസ്റ്റ് അക്കൗണ്ടൊക്കെ ആയിട്ടാണ് ചേട്ടനായിട്ട് മാച്ച് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. പക്ഷെ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു F2P അക്കൗണ്ട് ആയിരുന്നു. അത് വെച്ചിട്ട് എന്നെ നിലം പൊട്ടിച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ പിച്ചിൽ മാത്രമല്ല ഗെയിം പ്ലേയുടെ കാര്യത്തിലും അടിപൊളിയാന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുള്ളിയുടെ ഒരു ഗെയിം പ്ലേ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കറക്റ്റ് ഒരു ഗ്രാഫ് വരയ്ക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ധാരാന്ന് പറയാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പേര് മെൻഷൻ ചെയ്യാത്തത്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു മാച്ച് ഞാൻ ആരുമായിട്ടാണ് കളിച്ചതെന്ന് പറയണം എന്നുള്ളത്. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പേര് പറയില്ലെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോയ്ക്കകത്ത് പേര് പറയാത്തത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യാറാന്ന്. അത്രയും എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, പറയാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.